വൈകുന്നേരം ഇങ്ങനെ വീട്ടിൽ നിന്നപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് പോയി ചില്ലാക്കാനാട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അടുത്തൊരു പുഴയുണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പുഴയാണ്. മൂലേപ്പാടം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ. ഞങ്ങൾ കാറിൽ ഫാമിലി ആയിട്ട് പോയിട്ട് ഒന്ന് കുളിച്ചിട്ടൊക്കെ പോരാനാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഒന്ന് ഹാപ്പി ആവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത്. പോകുന്ന ലൊക്കേഷൻ തന്നെ അത്യാവശ്യം നല്ല ഗ്രീനറിയാണ്. ധാരാളം കൃഷിയും കവുങ്ങ്, ജാതി, അതുപോലെ തന്നെ നല്ല ഒരുപാട് കൃഷികളൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് പോകുന്ന ലൊക്കേഷൻ തന്നെ. അതുപോലെ റബ്ബറും ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ. ഈ പുഴയിൽ ഇറങ്ങി കുളിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് വെള്ളം കുറവാണ്. കാരണം എന്താ വെച്ചാൽ നല്ല ചൂട് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വെള്ളം വളരെ കുറവാണ്. മഴക്കാലമാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. പക്ഷേ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ട് ഒരു കവുങ്ങ് തോട്ടത്തിലൂടെ താഴേക്ക് പോകണം. അവിടെ നല്ല രസമായിരിക്കും കാണാൻ. നമ്മൾ ചൂട് സമയത്താണ് വന്നത്, അതുകൊണ്ടാണ് വെള്ളമൊക്കെ ഇങ്ങനെ വളരെ കുറച്ചേ ഉള്ളൂ. മഴക്കാലമാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം കൂടുതലുണ്ടാവും. പക്ഷേ കുട്ടികൾക്കായിട്ട് വരുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം മലയിൽ നിന്നൊക്കെ പെട്ടെന്ന് വെള്ളം വന്നിട്ട് പെട്ടെന്ന് വെള്ളം കൂടാനും കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മഴക്കാലത്ത് വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. വേനൽക്കാലത്ത് വെള്ളം വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങാതെ കുറച്ച് അപ്പുറത്ത് കുറച്ചും കൂടിയൊക്കെ ഒരു വെള്ളമുള്ള സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകാനാണ് പ്ലാന്. അപ്പോൾ ഞങ്ങൾ നേരത്തെ നിന്ന സ്ഥലത്ത് നിന്ന് പോകുന്നത് ഇപ്പോൾ ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കുറച്ച് ഒഴുക്കൊക്കെ ഉള്ള വെള്ളമാണ്. എന്നാലും വെള്ളം വളരെ കുറവാണ്, ഒഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അധികം വൃത്തികേടൊന്നും ഉണ്ടാവില്ല. കാരണം ഫുൾ ടൈം ഇങ്ങനെ ഒഴുകി പോകുന്നതുകൊണ്ട്. അതുപോലെ ഇവിടുത്തെ സൗണ്ടും അതുപോലെ ഈ വെള്ളത്തിൻ്റെ ക്ലീനൊക്കെ വളരെ മനോഹരമാണ്. വളരെ ഒരു പീസാണ് മൈൻഡിനൊക്കെ. ഈ വെള്ളം കണ്ടാൽ തന്നെ അറിയാം എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് എത്ര ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണെന്ന്. അങ്ങനെ ഒഴുകി നിൽക്കുന്ന വെള്ളമായതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും. അങ്ങനെ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കെട്ടിയിരിക്കുന്ന വെള്ളത്തിലായിരിക്കും അതുപോലെ ഇലകളൊക്കെ വീണിട്ടില്ല അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതുപോലെ അധികം സൗണ്ടൊന്നുമില്ല, വളരെ പീസാണ്. ഈ വെള്ളത്തിൻ്റെയും അതുപോലെ കിളികളുടെയൊക്കെ സൗണ്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ ആരെങ്കിലും എന്തൊരു സാധനം എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും അവർക്ക് ഒരുപാട് സന്തോഷം. അവർ ഒരുപാട് ചില്ല് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കളിക്കാൻ വെള്ളത്തിൽ. അവർക്ക് വലിയ റിസ്ക് ഇല്ലാതെ കളിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. കാരണം അധികം വെള്ളമൊന്നുമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം പാറ നന്നായിട്ട് വഴുക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ മഴക്കാലത്താണെങ്കിൽ വെള്ളം ഉണ്ടാവും, അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അല്ലാണ്ട് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് അടിച്ച് പൊളിച്ച് കണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്.